സമർപ്പണമെന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ കഴിയവേ 10ാം തരത്തിൻ്റെ റിസൾട്ട് വന്നു. നീലാംബരിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അവളെ കാണാൻ മുത്തച്ഛൻ ശങ്കരനാരായണൻ വന്നു. മധുരപലഹാരങ്ങളും പുത്തൻ ഉടുപ്പും വാങ്ങിക്കൊണ്ടു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ +1 അപേക്ഷ വയ്ക്കണമെന്ന് രമേശും താരയും കൂടി നീലാംബരിയോട് പറഞ്ഞു. നീലാംബരി അവരോട് പറഞ്ഞു, ഞാനിനി പഠിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ഇവിടെ നിന്നോളാം. അത് പറ്റില്ല. പഠിക്കാൻ പോയേ പറ്റൂ. ഈ പ്രായത്തിലേ പഠിക്കാൻ പറ്റൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നീട് നഷ്ടബോധം തോന്നും. നീലാംബരി ഇനിയും പഠിക്കാൻ തയ്യാറല്ലായിരുന്നു. എങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ പട്ടണത്തിലെ സ്കൂളിലാണ് അവൾക്ക് പ്രവേശനം ലഭിച്ചത്. ആ വർഷം തന്നെ പട്ടണത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKGയിൽ ഗൗതമനെയും ചേർത്തു. നീലാംബരിക്ക് വേണ്ട യൂണിഫോമും മറ്റ് അനുബന്ധ സാധനങ്ങളും അവർ അവൾക്ക് വാങ്ങി നൽകി. താമസിയാതെ തന്നെ അവളും സ്കൂളിൽ പോയി തുടങ്ങി. വളരെ സമാധാനത്തോടെ പോകുന്ന കുടുംബമായിരുന്നു രമേശിൻ്റേത്. എങ്കിലും അവരിലൊരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് പലപ്പോഴും നീലാംബരിക്ക് തോന്നിയിരുന്നു. താരയെ താരമ്മ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം വന്ന ദിവസം മുത്തച്ഛൻ തന്നോട് പറഞ്ഞു, വലിയ വീട്ടിലെ സ്ത്രീകളെ കൊച്ചമ്മ എന്നാണ് വിളിക്കേണ്ടതെന്ന്, അല്ലാതെ മറ്റൊന്നും വിളിക്കരുത്, അതവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അങ്ങനെ നീലാംബരി താരയെ കൊച്ചമ്മയെന്നും രമേശിനെ സാറെന്നും വിളിച്ചപ്പോൾ അവർ ചേർത്ത് പിടിച്ച് തിരുത്തി. മോള് ഞങ്ങളെ ഗൗതം വിളിക്കുന്നത് പോലെ വിളിച്ചാൽ മതി, താരമ്മയെന്നും രാമച്ചനെന്നും. അന്നു മുതൽ അവൾ അങ്ങനെയേ വിളിക്കൂ. മാത്രമല്ല അങ്ങനെയാണ് അവരെ കണ്ടിരുന്നതും. അത്ര കരുതലും സ്നേഹവുമായിരുന്നു 2 പേർക്കും അവളോട്. വീട്ടിൽ വരുന്നവരെല്ലാവരും വലിയ ആൾക്കാർ മാത്രമാണ്. വലിയ വണ്ടികളിൽ വരുന്നു പോകുന്നു. വളരെ സ്നേഹത്തോടെ അവരോട് ഇടപെടുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഇരു കൂട്ടരുടെയും ഒറ്റ ബന്ധുക്കളും അവിടെ വന്ന് കണ്ടിട്ടില്ല. അതിലവർ ഏറെ ദുഃഖിക്കുന്നു ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ വലിയ പാർട്ടികളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അവരോട് രാമച്ചൻ തന്നെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ പെങ്ങളുടെ മകളാണെന്നായിരുന്നു. ആ ഒരു പരിഗണന വരുന്നവർ തനിക്ക് തരാറുമുണ്ട്. ക്രമേണ അവർ എല്ലാവരും എന്നെ ഒരു ബന്ധുവായിട്ടാണ് കണ്ടത്. അടുത്ത ഭാഗവുമായി നാളെ കാണാം.